സന്ദേശം. ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് പോയപ്പോൾ ബാബ എത്തിച്ചേർന്ന ആത്മാക്കളെയും ബാബയുടെ കുട്ടികളെയും ഏത് രൂപത്തിലാണ് എമർജ് ചെയ്തത് എന്നത് കേൾപ്പിക്കാം. എമർജ് ചെയ്തത് ഇപ്രകാരമായിരുന്നു. ഒരു ഭാഗത്ത് തൊപ്പി ധരിച്ചിരിക്കുന്ന സഹോദരന്മാർ ഉണ്ടായിരുന്നു. മാതാക്കളിലും ചിലർ ശിരസ് മൂടിയിട്ടുണ്ടായിരുന്നു. നേപ്പാളിലും പശ്ചിമ നേപ്പാളിലും ഉള്ളവരുണ്ടായിരുന്നു. ബാബ അത് കണ്ടുകൊണ്ട് പറഞ്ഞു, കുട്ടി ഇന്ന് വിശേഷിച്ച് ബാബയുടെ വീട്ടിൽ ബാബയുടെ ഡബിൾ കിരീടധാരികളായ കുട്ടികൾ വന്നിരിക്കുകയാണ്. കുട്ടികൾ ഇരിക്കുകയാണ്. ബാബ ഈ കുട്ടികളെ നോക്കുകയാണ്. ഈ കുട്ടികൾ ലാസ്റ്റ് സമയത്ത് അഥവാ കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത് സിമ്പിൾ ആണെങ്കിലും കിരീടമാണ്, സുരക്ഷയുടെയും സാധനമാണ്. മാതാക്കളും ചിലപ്പോൾ ശിരസ് മറയ്ക്കുന്നു. ബാബ പറഞ്ഞു, ഇതും ആദ്യകാലത്തിലെ സംസ്കാരമാണ്. കാരണം മുൻപ് മനുഷ്യാത്മാക്കൾ ആരെല്ലാം ഉണ്ടായിരുന്നുവോ അവർ സ്വയം തന്നെ ഓരോ പ്രകാരത്തിലും സേഫാക്കി വയ്ക്കുന്നതിനായി സ്വയം മൂടി മറച്ച് നടക്കുമായിരുന്നു. ഒരിക്കലും ഒരു ആത്മാവിൻ്റെയും മോശമായ ദൃഷ്ടി വരാതിരിക്കുന്നതിനു വേണ്ടി ആ ലക്ഷ്യത്തോടെ കഴിയുമായിരുന്നു. ഈ കുട്ടികൾ സംഗമയുഗി ഡബിൾ കിരീടധാരികളാണ് എന്ന് വീക്ഷണത്തോടെ ബാബയും ഇവരെ നോക്കുന്നു. ഭാവിയിൽ ആയി മാറുമെങ്കിലും സംഗമയുഗത്തിൽ ബാബ ഈ കുട്ടികളെ തങ്ങളുടെ സമ്പ്രദായ രീതി അനുസരിച്ച് കിരീടധാരി ആക്കിയിരിക്കുകയാണ്. ബാബ പറഞ്ഞു, വിശേഷിച്ച് UP സോണിലെ കുട്ടികൾ വന്നിരിക്കുകയാണ്. അതിനോടൊപ്പം മറ്റുള്ളവരും വന്നിട്ടുണ്ട്. ഓരോ കുട്ടിയുടെയും വിശേഷത ബാബ നോക്കുകയാണ്. ഭക്തിയിൽ ഈ കുട്ടികളിൽ പലരും ഗംഗയിൽ സ്നാനം ചെയ്തിട്ടുണ്ട്. ചിലർ സാഗരത്തിലും സ്നാനം ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ജലത്തിൽ മുങ്ങിയിട്ടുണ്ട്. ലോകത്തുള്ളവർ ജലത്തിൽ മുങ്ങുമ്പോൾ ഉള്ളിൽ ഒരു ലക്ഷ്യം കാണും. നമ്മൾ ഇതിൽ സ്നാനം ചെയ്യുകയാണെങ്കിൽ അക്കരെ എത്തും, മറികടക്കും എന്നെല്ലാം. എന്നാൽ ബാബ പറഞ്ഞു, ഭക്തിയുടെ ഫലം ഈ കുട്ടികൾക്ക് ലഭിച്ചു. കാരണം ബാബയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആ ജലത്തിൽ മുങ്ങിയ ശേഷം ഇപ്പോൾ ജ്ഞാന സ്നാനം ചെയ്യുന്നതിനു വേണ്ടി സാഗരത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ജ്ഞാനസ്നാനം ചെയ്ത് സ്വയം തങ്ങളെ സ്വച്ഛവും പാവനവും പവിത്രവും ആക്കുന്നതിനു വേണ്ടി. ഇത്രയും കേൾപ്പിച്ച ശേഷം ബാബ രണ്ടാമതൊരു ദൃശ്യം എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ലോകത്തിൽ ആരെങ്കിലും തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ചിലർ 4 ധാമത്തിൻ്റെ യാത്ര ചെയ്തു വരുന്നു. അപ്പോൾ യാത്ര ചെയ്തു വരുന്നവരെ ലോകത്തുള്ളവർ പൂജിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു. കാരണം 4 ധാമത്തിൻ്റെ യാത്ര ചെയ്തു വന്നിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ആരാണോ ബാബയുടെ വീട്ടിൽ ജ്ഞാനസാഗരത്തിൽ മുങ്ങുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് അവർ മുങ്ങിയ ശേഷം അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോകും. അപ്പോൾ ബാബ പറഞ്ഞു, ഇപ്പോൾ ബാബയുടെ കുട്ടികൾ സ്വയം തങ്ങളെയും ബാബയെയും പ്രത്യക്ഷമാക്കുന്നതിനു വേണ്ടി വിശേഷിച്ച് ഈ ഒരു പുരുഷാർത്ഥം ചെയ്യണം. ഏതുപോലെ ഭക്തിയിൽ ആ ഭാവനയോടെ അവർക്ക് ബഹുമാനം നൽകുന്നുവോ അതേപോലെ കുട്ടികളായ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ സ്വയം തങ്ങളെയും ആ വിധം തയ്യാറാക്കിയ ശേഷം പോകൂ. സ്വയം തങ്ങളെ ഇത്രയും നിറച്ചുകൊണ്ടു പോകൂ. ഇത്രയും ശക്തിശാലി ആക്കിയ ശേഷം പോകൂ.
ബാബ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ മറ്റ് ആത്മാക്കൾക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ ഇവർ ഏതൊരു യാത്ര ചെയ്തിട്ട് വന്നിരിക്കുകയാണോ, ഏത് സ്ഥാനത്ത് നിന്ന് വന്നിരിക്കുകയാണ് എന്ന അനുഭവം ഉണ്ടാകണം. ലോകത്തുള്ളവരുടെ വീക്ഷണം മാറുന്നു എന്നിരിക്കെ ബാബയുടെ കുട്ടികളായ നിങ്ങൾ വിശേഷിച്ച് സാഗരത്തിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ബാബയുടെ കുട്ടികളായ നിങ്ങൾ വിശേഷിച്ച് ബാബയുടെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി കുട്ടികൾ തങ്ങളുടെ സൂക്ഷ്മ തയ്യാറെടുപ്പ് നടത്തണം. ആത്മാക്കളെ പ്രതി അത്രയും ശ്രേഷ്ഠ ഭാവന വയ്ക്കണം. അതിലൂടെ മുന്നിലുള്ള മറ്റ് ആത്മാക്കളും താങ്കളെപ്പോലെ ബാബയ്ക്ക് സമാനമായി മാറട്ടെ. ബാബയുടെ കുട്ടികളായ നിങ്ങളേവരും വീട്ടിൽ വന്നിരിക്കുകയാണ്. സ്വയം തങ്ങളെ നിറച്ച് തൃപ്തരായി പോകണം. ബാബ ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നു. അപ്പോൾ ബാബ എല്ലാ കുട്ടികളെയും വതനത്തിൽ എമർജ് ചെയ്ത് നോക്കുകയായിരുന്നു എന്ന് തോന്നി. ബാബയ്ക്ക് കുട്ടികളായ നിങ്ങളോട് അതിസ്നേഹമുണ്ട്, വളരെയധികം സ്നേഹമുണ്ട്. സ്നേഹം കാരണമാണ് ബാബയുടെ കുട്ടികൾ ബാബയുടെ വീട്ടിൽ എത്തിച്ചേരുന്നത്. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിശേഷിച്ച് രാംനിവാസ് ഭായിയെ പ്രതിയുള്ള ഭോഗായിരുന്നു. മറ്റ് 2-3 ആത്മാക്കൾക്കും നിമിത്തമായുള്ള ഭോഗായിരുന്നു. വിശേഷിച്ച് ബാബയ്ക്ക് അവരുടെ ഓർമ്മകൾ നൽകി. ബാബ പറഞ്ഞു, ബാബയുടെ എത്ര പഴയ കുട്ടികളാണോ അവരിൽ ആദ്യമേ തന്നെ ബാബയെ പ്രതി സ്നേഹവും ബഹുമാനവും ഭാവനയും ഉണ്ട്. ബാബ കുട്ടികളെ ആ ദൃഷ്ടിയോടെ എമർജ് ചെയ്യുന്നു, ഭോഗ് സ്വീകരിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ബാബയ്ക്ക് UP സോൺ, പശ്ചിമ നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നും വന്ന എല്ലാവരുടെയും ഓർമ്മകൾ നൽകി. ബാബ പറഞ്ഞു, മുങ്ങുവാനായി വന്നിരിക്കുകയാണ്. പാവനമാവുക തന്നെ വേണം. കാരണം ബാബ കുട്ടികൾക്ക് ആദ്യമേ മന്ത്രം നൽകി. കുട്ടികൾക്ക് പതിതത്തിൽ നിന്നും പാവനം ആകേണ്ടതുണ്ട്. അങ്ങനെയുള്ള ലക്ഷ്യം വച്ചിരിക്കുകയാണ്. പിന്നെ ആരെല്ലാം എത്തിച്ചേർന്നുവോ എല്ലാ കുട്ടികൾക്കും, സഹോദരി സഹോദരന്മാർക്കും, നിമിത്ത ടീച്ചേഴ്സിനും ബാബ വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.